അപ്പോൾ എല്ലാവർക്കും കസീനോ ഡെയിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ജാക്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പലർക്കും അറിയത്തില്ല. പലരും കണ്ടിട്ട് കാണും ഇങ്ങനെ ബ്ലാക്ക് ജാക്ക് കളിക്കുന്നു, പക്ഷേ അത് ബ്ലാക്ക് ജാക്ക് പ്രോപ്പറായിട്ട് ബ്ലാക്ക് ജാക്ക് എങ്ങനെ കളിക്കണമെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആയിട്ട് ഞാനിപ്പം ഒരു 500 RS റിസ്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നല്ല ടേബിൾ നോക്കി കയറാം. ബ്ലാക്ക് ജാക്ക് നമുക്ക് 100ൻ്റെ ടേബിളിൽ കയറാം. അപ്പം ഒരു ടേബിളിൽ കയറിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സീറ്റ് രണ്ടാമത്തെയാണ്. അതായത് ഇതിൻ്റെ മെയിൻ റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 അടുത്തുള്ള നമ്പർ വരണം. അതായത് എയ്സ് കൂട്ടണ്ട. അതായത് 2 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന് സെയിം വാല്യൂ, അല്ല KQJ എന്ന് പറയുന്നതിന് 10 എന്നുള്ള ഒരു കോമൺ വാല്യൂ. പിന്നെ എയ്സിന് നമുക്ക് 1 എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 11 എടുക്കാം. ഇപ്പം ഞാൻ ബെറ്റ് വെക്കുമ്പം എനിക്ക് 2 കാർഡ് തരും ഡീലറിന്. ഞാൻ ഇപ്പോൾ ഒരു 100 രൂപ ബെറ്റ് വെച്ചു. എനിക്ക് ഇപ്പോൾ രണ്ടാമത്തെ കാർഡ് മാത്രം നോക്കിയാൽ മതി, ബാക്കി വേറെ പ്ലേയേഴ്സാണ്. അപ്പം എനിക്കും ഡീലറിനുമുള്ള കാർഡുകൾ മാത്രം നോക്കുക. അപ്പം എനിക്ക് 2 കാർഡ് തരും, ഡീലറിന് 1 കാർഡും വരും. ഡീലറിൻ്റെ 1 കാർഡ് ഹിഡൻ ആയിരിക്കും. അപ്പം എൻ്റെ ആ 2 കാർഡ് കൂടി കൂട്ടി ഡീലറിൻ്റെ കാർഡിനെ ബീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിൻ ചെയ്യും. ഇപ്പം ഡീലറിൻ്റെ കാർഡ് എന്നതിനെക്കാട്ടിലും വലുതാണെങ്കിൽ ഞാൻ ലോസ് ആവും. ഇപ്പോൾ ഡീലറിന് 10ഉം എനിക്ക് 16ഉമാണ്. എനിക്കിപ്പം വേണം 1 കാർഡ് കൂടി മേടിക്കാം, പക്ഷേ അത് 5 താഴെ ആയിരിക്കണം. അതായത് 21 മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ബസ്റ്റ് ആവും. ഞാൻ എന്തായാലും ഹിറ്റ് അടിച്ച് നോക്കാം, 5 താഴെയുള്ള ഒരു കാർഡ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പം കണ്ടോ, എനിക്ക് 4 കിട്ടി. അപ്പം നൈസ് 20. അപ്പം ഡീലറിന് 10. അപ്പം ഡീലറിന് ഇനി 1 കാർഡ് കൂടി തുറക്കും. ഡീലറിന് 16. ഇതിൻ്റെ മെയിൻ വേറൊരു റൂൾ കൂടി ഉണ്ട്. അതായത് ഡീലറിന് എപ്പോഴും 17 ഡീലർ നിർത്തും. അതായത് 17 താഴെയുള്ള കാർഡാകുമ്പം ഡീലർ അവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ല. 17 വന്നു കഴിഞ്ഞാൽ ഡീലർ അവിടെ നിൽക്കും. 17 മേളിലോട്ടുള്ള ഏത് നമ്പർ വന്നാലും ഡീലർ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പം ആ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഡീലറിൻ്റെ ഒപ്പമുള്ള പോയിൻ്റാണ് നമുക്കെങ്കിൽ നമുക്ക് പുഷ് വരും. ഡീലറിനെക്കാട്ടിലും കൂടുതലാണ് വരുന്നെങ്കിൽ നമ്മൾ ജയിക്കും. അപ്പം ഡീലർ നമ്മളെക്കാട്ടിലും കൂടുതൽ വന്നാൽ നമ്മൾ പൊട്ടും. ഇപ്പോൾ എനിക്ക് ക്യൂ, അതായത് 10, എനിക്ക് 10ഉം 10ഉം 20. ഞാൻ സ്റ്റാൻഡ് ചെയ്തു. ഡീലറിന് 8, ഡീലറിന് 1 കാർഡ് കിട്ടണം. ഇപ്പോൾ ഡീലർ അതിൻ്റെ അകത്തുനിന്നൊരു 10 KQJ ഏത് കാർഡ് തുറന്നാലും ഞാൻ വിൻ ചെയ്യും. കാരണം ഡീലറിന് 18 ഉള്ളൂ. അല്ലെങ്കിൽ ഡീലറിന് ഈ ഹാൻഡ് ജയിക്കാനുള്ള ഒരേ ഒരു ചാൻസ് ഡീലറിന് 21 വരണം. ഇപ്പോൾ 15, ഇനി ഒരു 6 തുറന്നു കഴിഞ്ഞാൽ ഡീലർ ജയിക്കും. പക്ഷേ ഡീലർ 3 തുറന്നു, 18 വന്നു, ഞാൻ ജയിച്ചു. അപ്പം മനസ്സിലാകും. അപ്പം എൻ്റെ ബാലൻസ് 700 ഞാനിതൊരു 1000 വരെ എത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു 200 രൂപ ബെറ്റ് വെച്ചു. ഈ സിമ്പിൾ കളിയാണിത്. ഇനി ഇതിന് സൈഡ് ബെറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് ഒരു വീഡിയോയും കൂടി സൈഡ് ബെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചെയ്യാം. ഇപ്പം എൻ്റെയൊക്കെ രണ്ടാമത്തെ ടേബിൾ, ഇപ്പോൾ നെറ്റ്വർക്ക് കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് 2, ഡീലറിന് 10, എനിക്ക് 2ഉം എയ്സും. അപ്പം ഞാൻ എയ്സ് കണ്ടില്ലേ, ഇവിടെ വേണമെങ്കിൽ എനിക്കിത് 3 എടുക്കാം, 13 എടുക്കാം. കാരണം എയ്സിന് 1 എന്നുള്ള വാല്യൂ എടുക്കാം, 11 എന്നുള്ള വാല്യൂ എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച്. ഇപ്പോൾ എനിക്ക് 17. ഡീലറിനകത്തൊരു, നമ്മളെപ്പോഴും അസ്യൂം ചെയ്യുന്ന ഡീലറിനകത്തൊരു 10 തന്നെ കാണും. അപ്പോൾ 20, നമുക്ക് 17. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ പൊട്ടാൻ ചാൻസ്. നമ്മൾ ഒന്നുകൂടി ഹിറ്റ് അടിച്ചു. കാരണം ഇത് 17ഉം 7ഉം എടുക്കാം. ഇപ്പോൾ നമുക്ക് 1 കാർഡ് കൂടി കിട്ടിയാലും അത് 10 കിട്ടിയതുകൊണ്ട് നമുക്ക് 17. ഇനിയിപ്പം നമ്മൾ ഹിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 4 താഴെയുള്ള കാർഡ് കിട്ടണം. അതെനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. ഇത് സിമ്പിൾ കളി. ഇപ്പം ഡീലർ 16 തുറന്നിട്ട് ബസ്റ്റ് ആവണം, അല്ലെ 17 തുറന്ന് പുഷ് ചെയ്യണം. അതിന് മേളിലുള്ള ഏത് നമ്പർ വന്നാലും നമ്മൾ ബസ്റ്റ് ആവും, നമ്മൾ പൊട്ടും. ഡീലർ 14, 21, എല്ലാവരും പൊട്ടി. ടേബിളിലുള്ള എല്ലാവരും പൊട്ടി. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അല്ലേ വേണ്ട, എൻ്റെ ഈ 500 ലാസ്റ്റ് ബെറ്റ് റിസ്ക് ചെയ്യുക. അപ്പോൾ ഇത് ലാസ്റ്റ് ബെറ്റാണ്. ഇത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്കാം. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം കൂടിയുണ്ട് കേട്ടോ, ബ്ലാക്ക് ജാക്ക് എന്ന് പറയുന്നത്. അതായത് എനിക്ക് എയ്സും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള 10 KQJ എന്നുള്ള ഒരു നമ്പറും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി വിന്നാവും. അല്ലെ ഡീലറിനും ബ്ലാക്ക് എയ്സും ക്യൂ അങ്ങനത്തെ ഒരു നമ്പർ വന്നു. ഇപ്പോൾ എനിക്ക് 15, എനിക്കിപ്പോൾ ഒന്നും ചെയ്യത്തില്ല. നോക്കാം. ഞാൻ ബസ്റ്റായി. അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ.